ചെടികളെ ഒന്നും ഇപ്പോൾ പഴയ പോലെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയേ. മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ ചെടികൾക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ. വേനൽക്കാലമാകുമ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി നമ്മൾ ദിവസവും ഓരോ ചെടീൻ്റെ ചൂട്ടിലെത്തുമ്പം ആ ചെടീനെ നമ്മൾ വിശദമായി പരിശോധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ടാത്തത് കൊണ്ട് നോടിച്ച് നോക്കാന്നല്ലാണ്ട് ഓരോന്നിൻ്റെയും ചൂട്ടിൽ പോയി പഴയ പോലെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ചെടി ഇതേപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. കുറേയായി വിചാരിക്കുന്നു പ്രൂൺ ചെയ്ത് ഭംഗിയായി നിർത്തണം. പ്രൂൺ ചെയ്താൽ മാത്രമേ പുതിയ പുതിയ ലീഫ് നല്ല കളർ ലീഫുകൾ വരികയുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഭംഗിയില്ലാതെ നിൽക്കും. ഇത്തവണ മഴക്കാലം താമസിച്ചാണല്ലോ എത്തിയത്. എങ്കിലും ജൂണിലാണെങ്കിൽ കൂടി മഴയുള്ളത് കൊണ്ട് ചെടിക്ക് വെള്ളം നനയ്ക്കേണ്ടി വന്നിരുന്നില്ല. വേനൽക്കാലമല്ലല്ലോ. പക്ഷെ ഇപ്പോൾ നല്ല മഴ പിടിച്ചു. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ പ്രൂൺ ചെയ്ത് വിടാം. വേഗം വളരും. എത്ര മുറിച്ച് വിട്ടാലും ഇത് വളർന്നു കയറുന്നതുകൊണ്ട് എനിക്കൊരു സങ്കടമില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ കട്ടിങ്സ് ഓൾറെഡി ഞാൻ 4 ചട്ടിയിൽ ഈ സെയിം ചെടി തന്നെ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് ഇനി കളയുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഈ ഒരെണ്ണത്തിൽ അധികം ബുഷിയായിട്ട് നിൽക്കാത്തതുകൊണ്ട് അതിൽ ഞാൻ അതിനകത്ത് 1-2 കട്ടിങ്സുകൾ കുത്തി വെച്ചിട്ടോ. ബാക്കിയുള്ള കട്ടിങ്സ് എല്ലാം കളയുകയാണ് ചെയ്തത്. ഒരുപാട് സങ്കടമുണ്ട് കളയുമ്പോൾ. കാരണം ഇതിൻ്റെ ഓരോ ചെടീൻ്റെയും ഒരു തണ്ടെങ്കിലും കിട്ടാൻ വേണ്ടി കൊതിച്ചിരുന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കളയേണ്ടി വരുമ്പോൾ ശരിക്കും സങ്കടമുണ്ട്. പക്ഷെ നമുക്കിതെല്ലാം നടാൻ കഴിയില്ലല്ലോ. ഒരു 4 ചട്ടിയിൽ ഞാൻ സെയിം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേഗം വേര് പിടിക്കുന്നൊരു ചെടി ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റി പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് എനിക്ക് മഴയത്ത് അധികം നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് മഴയില്ലാത്ത സ്ഥലത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ കത്രിക കൈ കിട്ടിയാൽ പിന്നെ എല്ലാം വെട്ടിക്കണ്ടിക്കാൻ തോന്നുവേ. അപ്പം നമ്മുടെ ടർട്ടിൽ വാൻ എല്ലാം വീണ്ടും നീണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനേക്ക് ഇന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. മഴ തോരുന്ന് നോക്കി നിന്നിട്ട് ലക്ഷണമൊന്നും കാണുന്നില്ലാത്തതുകൊണ്ട് ഞാൻ കൊടയും ചൂടി ബാക്കിയുള്ള പരിപാടിയും കൂടെ ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും മെനക്കായിട്ട് ഇറങ്ങിയല്ലോ. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. സാധാരണ ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സുകളും ഏറ്റവും കംഫർട്ടായ ഡ്രസ്സുകളും ഞാൻ ആ ദിവസങ്ങളിലാണ് ധരിക്കുക. മറ്റുള്ള ദിവസങ്ങൾ നമ്മൾ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം അതിരാവിലെ മാറി ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് കുറേ നേരം ധരിക്കാൻ വേണ്ടി ശനി ഞായർ ദിവസങ്ങളാണ് ഞാൻ അത് കൂടുതലും ധരിക്കുക. ഇത്തരം പണികളൊക്കെ ശനി ഞായർ ദിവസം ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾ വീഡിയോസിലൊക്കെ ഒരേ ഡ്രസ്സുകൾ ആവർത്തിച്ച് കാണുന്നത്. കുറേ നാൾ കൂടി ചെടി പരിപാലനത്തിന് അറിയേണ്ടതാണെന്നറിയില്ല. മഴയ്ക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. എന്നെ പണിയെടുക്കാൻ വിടാതെ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട്. പിന്നെ മഴ കുറച്ച് നേരം തോരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഇത് മാമൻ്റെ മോനാണ്. അവൻ്റെ ബൈക്കിൽ പുതിയ ഫോഗ് ലാമ്പ് പിടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഷോ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവനങ്ങ് തിരിച്ചു പോയി. അപ്പോഴേക്കും മഴ കുറച്ച് തുറന്നിട്ടുണ്ട്. ബാക്കി പണിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. മഴക്കാലത്ത് നമ്മൾ ചെടികളിൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കരിയിലയും അതേപോലെ ഉണങ്ങിയ ഇലയൊന്നും ചെടിയിൽ നിർത്തരുത്. അപ്പം തന്നെ എടുത്ത് മാറ്റുക. അല്ലെങ്കിൽ ഇതേപോലെ പൂപ്പൽ വരും. ചെടി അപ്പാടെ നശിച്ചു പോകും. കണ്ടോ, നിങ്ങൾ ഈ വെളുത്തത് കാണുന്നുണ്ടോ? ഈ ഒരു ചെടിയിൽ നോക്കിക്കോ, കണ്ടോ പൂപ്പൽ. അപ്പം നിങ്ങളുടെ ചെടിച്ചട്ടീൻ്റെ അടിഭാഗം നല്ല ക്ലീൻ ആയിരിക്കണേ. മണ്ണ് നല്ല ക്ലീൻ ആയിരിക്കണം. വേനൽക്കാലത്ത് നമ്മൾ കരിയിലേക്ക് ഇട്ട് വെക്കും. പക്ഷേ മഴക്കാലത്ത് അതൊക്കെ എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബിരിയാണി പാത്രത്തിൽ നട്ട 10 മണികളൊക്കെ കണ്ടോ, നല്ല മഴയായതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ചീഞ്ഞ് നിറയെ പൂവുണ്ടായിരുന്നേ. ആ മതിലിൽ പിടിച്ചിരിക്കുന്നെല്ലാം പൂവ് വിരിഞ്ഞിട്ട് വീണ് ചീഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിനെ ഇനി മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും നശിച്ചു പോകും. നമുക്കിതിനെ പ്രൂൺ ചെയ്ത് തൽക്കാലം മഴ ഡയറക്റ്റ് കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും മാറ്റി വെക്കാം. ഇനി നമുക്ക് 10 മണിപ്പൂവ് മഴക്കാലത്ത് ഉണ്ടാവില്ല കേട്ടോ. വേനൽക്കാലത്തെ നമുക്ക് ഇവരെ ഇനി ആവശ്യമുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, മുറിച്ച് കളഞ്ഞപ്പോൾ സങ്കടം വരും. പക്ഷേ നമുക്കത് ചെയ്തില്ലേ മതിയാവും. ബിരിയാണി പാത്രത്തിലെ ആകെ 5 എണ്ണത്തിൽ മാത്രമാണ് മുറിച്ച് കളഞ്ഞത്. അത് തന്നെ ഇത്രയും ഉണ്ടായിരുന്നേ. കളയല്ലാണ്ട് വേറെ വഴിയില്ല. ഇനിയും ഒരു 5-6 ചട്ടുകളിൽ 10 മണി നിൽപ്പുണ്ട്. അതെല്ലാം ഇനി പ്രൂൺ ചെയ്ത് മാറ്റി വെക്കണം. എല്ലാം കൂടി ഇന്ന് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ മതിലിൽ അതിൻ്റെ പറ്റിപ്പിടിച്ചിരുന്ന ഇലയെല്ലാം ഞാൻ അടിച്ച് കളഞ്ഞു കേട്ടോ. നല്ല കറയായിട്ടുണ്ട്. പിന്നെ മഴ നന്നായി പെയ്യുമ്പോൾ അതെല്ലാം പൊയ്ക്കോളുമായിരിക്കും. ഇനി മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇത് നമുക്ക് പണി തരുന്ന സാധനങ്ങളാണ്. കൃത്യമായി ഡ്രെയിനേജ് നോക്കണം. അല്ലെങ്കിൽ മഴക്കാലം കഴിയുമ്പോഴേക്കും ചെടിയൊക്കെ ചീഞ്ഞു പോവേ. ഇന്ന് ഇത്രയൊക്കെ ചെയ്യുന്നുള്ളേ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ പയ്യെ പയ്യെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.